പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നാലാമത്തെ അധ്യായം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, ഫോർത്ത് ചാപ്റ്റർ, രണ്ടാം കൃതി സമവാക്യങ്ങൾ. അതിന് ഈ പൂർണ്ണവർഗം എന്ന് പറയുന്ന ആശയം 8ാം ക്ലാസ്സിലാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഐഡിയ നമ്മളെ കയ്യിൽ വേണം. 8ാണ് കേട്ടോ. ഇത് നമ്മൾ ആ കണക്കിലേക്ക് വരികയാണ്. ഷോർട്ട് ആൻസറും ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജും ഉണ്ട്. ദാറ്റ് മീൻസ് എസ്എ ടൈപ്പ്. നോക്കിക്കോളൂ. എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സിനോട് ഏത് സംഖ്യ കൂട്ടിയാൽ പൂർണ്ണവർഗമാകും? Which number is to be added to x square plus 6x to get a perfect square? ഈ നമ്പർ എടുക്കുക, 2ab എന്ന് പറഞ്ഞാൽ. അപ്പൊ 2 × a × b ആണ് ഈ rx. അപ്പൊ ഇതിന്റെ പകുതി കാണുക, ആറിന്റെ പകുതി. ഇതാ ഈ നമ്പറിന്റെ പകുതി, ആറിന്റെ പകുതി 3. ബി സ്ക്വയർ എന്നാണ് അറ്റത്ത്. അപ്പൊ 3ന്റെ സ്ക്വയർ എത്രയാ? 9. ഇത്തിരി എളുപ്പത്തിൽ മനസ്സിലാവാൻ, യു ടേക്ക് ദ കോഎഫിഷ്യന്റ് ഓഫ് x, that's 6 divided by 2, 3, and the square of 3 is 9. ഇതിന്റെ പകുതി അതിന്റെ സ്ക്വയർ. അപ്പൊ ഏത് സംഖ്യ കൂട്ടിയാൽ എന്നുള്ളതിന്റെ ഉത്തരം 9 കൂട്ടിയാൽ പൂർണ്ണവർഗമാകും. ഒന്നുകൂടെ, ഇങ്ങനെയാണ് ചോദ്യമെങ്കിലോ ഏത് സംഖ്യ കൂട്ടിയാൽ പൂർണ്ണവർഗമാകും? Which number is to be added to x square minus 10x to get a perfect square? അപ്പൊ നിങ്ങൾ ഈ നെഗറ്റീവ് എടുക്കേണ്ട കാര്യമില്ല, കാരണം സ്ക്വയർ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, അതിൽ നെഗറ്റീവ് ഇല്ല. ദാറ്റ് മീൻസ് -5 സ്ക്വയർ ഈസ് 25. സിമിലർലി 5 സ്ക്വയർ ഈസ് ആൾസോ 25. -5ന്റെ സ്ക്വയർ 25 ആണ്, 5ന്റെ സ്ക്വയറും 25 തന്നെ. അപ്പൊ 10ന്റെ പകുതി എടുക്കുക, 5, 5ന്റെ സ്ക്വയർ 25. അപ്പൊ ഏത് സംഖ്യ കൂട്ടിയാൽ എന്നുള്ളതിന്റെ ഉത്തരം 25 കൂട്ടിയാൽ പൂർണ്ണവർഗമാകും. ഒരിക്കൽ കൂടെ, എക്സ് സ്ക്വയർ പ്ലസ് 14x, ഇതേ ചോദ്യം. വിച്ച് നമ്പർ ഈസ് ആഡഡ്? ഓക്കെ, ഏത് സംഖ്യ കൂട്ടിയാൽ പൂർണ്ണവർഗമാകും? ഓർമ്മിച്ചോളൂ, 14ന്റെ പകുതി 7, 7ന്റെ സ്ക്വയർ 49. ഓക്കെ, 49 കൂട്ടിയാൽ പൂർണ്ണവർഗമാകും. ഒരു പക്ഷേ ഇതേ ചോദ്യം തന്നെ എക്സ് സ്ക്വയർ മൈനസ് 3x-നോട് ഏത് സംഖ്യ കൂട്ടിയാൽ? ഇതിന്റെ പകുതി ഇതാ, അതിന്റെ സ്ക്വയർ. അപ്പൊ 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4. ഏത് കൂട്ടിയാൽ എന്നുള്ളതിന്റെ ഉത്തരം 9/4 കൂട്ടിയാൽ 3ന്റെ പകുതിയാണത്, അതിന്റെ സ്ക്വയർ. 3 സ്ക്വയർ 9, 2 സ്ക്വയർ 9/4 ഈസ് ടു ബി ആഡഡ്. അങ്ങനെയും ആവാം. ഇനി ഇതിന്റെ ഒറിജിനൽ ചോദ്യം എങ്ങനെയാണ്? അതാണ് ചോദ്യം. എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 9 സമം 0. ഇത് ചോദ്യം ഉത്തരം കാണാനുള്ള ഒരു ചോദ്യമാണ്. ദാറ്റ് മീൻസ് പരിഹാരങ്ങൾ കാണുക. അതർവൈസ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, അതർവൈസ് സൊല്യൂഷൻസ്. ലുക്ക് അറ്റ് ഹിയർ. എക്സ് സ്ക്വയർ മൈനസ് 10x ഇടത്ത് ഭാഗത്തിടുക, പ്ലസ് 9 വലത്ത് ഭാഗത്തേക്ക്. ഈ അക്ഷരങ്ങൾ വേരിയബിൾസ് ലെഫ്റ്റ് സൈഡിൽ ഇടുക, നമ്പർ ട്രാൻസ്ഫർ ടു ദ റൈറ്റ് സൈഡ്. നേരത്തെ നമ്മൾ പഠിച്ചത് 10ന്റെ പകുതി 5, 5ന്റെ സ്ക്വയർ 25. എക്സ് സ്ക്വയർ മൈനസ് 10x-ന്റെ കൂടെ 25 കൂട്ടുക, -9ന്റെ കൂടി 25 കൂട്ടുക. ഇതാണ് പൂർണ്ണവർഗമാക്കൽ. ഇതിന്റെ പകുതി അതിന്റെ സ്ക്വയർ, ഇതാ അപ്പുറത്തും കൂട്ടി മുഴുവനാക്കട്ടെ. എക്സ് സ്ക്വയറിന്റെ റൂട്ട് x, 25ന്റെ റൂട്ട് 5. നടുക്കില് ചിഹ്നം മൈനസ്, a മൈനസ് ബി ഹോൾ സ്ക്വയറിന് അത് വായിക്കാം. ഇതിന്റെ റൂട്ടും ഇതിന്റെ റൂട്ടും സമം, അത് കൂട്ടിയാൽ 25-ന്ന് 9 കുറച്ചാൽ 16. അത് രണ്ടും വേറെ വേറെ ചിഹ്നങ്ങളാ. വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. x മൈനസ് 5 16ന്റെ റൂട്ട്. 2 റൂട്ട് ഉണ്ടല്ലോ, ഏത് സംഖ്യയ്ക്കും 2 റൂട്ട് ഉണ്ട്, +4 -4. ഇനി അത് മുഴുവനാക്കുമ്പോ x മൈനസ് 5ന്റെ ഒരു ഉത്തരം 4, x സമം -5 വലത്ത് ഭാഗത്തെടുത്താൽ +5, 1 എന്ന് കിട്ടി, 9 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇതാ -5 ഇങ്ങോട്ട് എടുക്കുക. ഇനി വേറൊരു ഉത്തരം -4, x സമം -5 വലത്ത് ഭാഗത്തെടുത്താൽ +5, 5-ന്ന് 4 കുറച്ചാൽ 1, 9ഉം 1ഉം. 2 ഉത്തരങ്ങൾ. ഇതിൽ തന്നെ ഇനി ചോദ്യങ്ങളായി വരുന്നവയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരു പരിഹാരം കാണുന്നത് നേരത്തെ കണ്ടിരുന്നു. ഇനി ഇങ്ങോട്ട് വരാം. ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 12 സെന്റിമീറ്റർ കൂടുതലാണ്. The length of a rectangle is 12 centimeter more than breadth. The area of the rectangle is
160 സെന്റിമീറ്റർ സ്ക്വയർ. പരപ്പളവ് 160 സെന്റിമീറ്റർ ആണ്. നീളവും വീതിയും കാണുക. പരപ്പളവ് 160. നോക്കാം. വീതി എക്സ്, അതർവൈസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു എക്സ്. നീളം ഇതിനേക്കാൾ 12 കൂടുതൽ. അങ്ങനല്ലേ പറഞ്ഞെങ്കിൽ 12 കൂടുതൽ. എക്സ് പ്ലസ് 12. പരപ്പളവിന്റെ സൂത്രവാക്യം നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു ഏരിയ. ഇത് രണ്ടും കൂടി ഗുണിക്കുക. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 12 ദാറ്റ്സ് ഗിവൺ 160. സിറ്റ് ഓവർ. പരപ്പളവ് നീളം ഇൻറ്റു വീതി ഗുണിക്കാം. എക്സ് ബ്രാക്കറ്റ് മാറ്റണം. ടു റിമൂവ് ദ ബ്രാക്കറ്റ് യു മൾട്ടിപ്ലൈഡ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. എക്സിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ എക്സ് സ്ക്വയർ. എക്സ് ഇൻറ്റു 12 12x സമം 160. ഓർമ്മ ഉണ്ടോ ഇതുവരെ എത്തിയാല്? 12ന്റെ പകുതി അതിന്റെ സ്ക്വയർ. 12ന്റെ പകുതി 6. ഒരു സൈഡിൽ വലത്തു ഭാഗത്ത് കണ്ടോളൂ. 6ഉം 6ന്റെ സ്ക്വയർ 36. 36 കൂട്ടിയാൽ പൂർണ്ണവർഗമാകും. 36 is to be added to get perfect square. You add 36 to the left side and right side. ഇടത്ത് ഭാഗത്തും 36 കൂട്ട, വലത്ത് ഭാഗത്തും 36 കൂട്ട്. ബടി എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, 36ന്റെ റൂട്ട് 6, നടുക്ക് ചിഹ്നം പ്ലസ്. അത് കൂട്ടിയിട്ട 196. ഇനി മുഴുവൻ ഉത്തരം എക്സ് പ്ലസ് ആറിന്റെ സ്ക്വയർ ആണ് 196. എക്സ് പ്ലസ് 6 196ന്റെ റൂട്ട്. That is x plus 6 whole square is 196. X plus 6 equal to root 196 is plus 40. ഓക്കെ. ഇത് പോസിറ്റീവ് എടുക്കാനുള്ള കാരണം നീളവും വീതിയും എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സാധാരണ ആൻസർ വരില്ല. അതിൽ എണ്ണൽ സംഖ്യകളേ ഉള്ളൂ. ഇനി അഥവാ നെഗറ്റീവ് എടുത്താൽ എന്താന്ന് നോക്കാം. അപ്പൊ എക്സ് പ്ലസ് ആറിന്റെ ഒരു ഉത്തരം 14, എക്സ് 6 വലത്തു ഭാഗത്ത് എടുക്കുക 8 എന്ന് കിട്ടും. മറ്റൊരു ഉത്തരം നെഗറ്റീവ് 14 പ്ലസ് 6 വലത്തു ഭാഗത്ത് എടുത്താൽ രണ്ടും കൂട്ടിയാൽ നെഗറ്റീവ് 20. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും കൂടി കൂട്ടിയിട്ട് നെഗറ്റീവ് ഇടാം. ഇത് രണ്ട് ഉത്തരത്തിൽ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും. നമുക്ക് എണ്ണൽ സംഖ്യ മാത്രമേ നീളവും വീതിയും, അതായത് അളവുകൾ എണ്ണൽ സംഖ്യകളോ ഭിന്നസംഖ്യകളോ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എടുക്കണ ഉത്തരം 8. വീതി 8, നീളം അതിനേക്കാൾ 12 കൂടുതൽ. 12 8 20. വീതി 8, നീളം 20. ആ 20 എങ്ങനെയാണ്? 12 കൂടുതൽ തന്നിട്ടുണ്ട്. 8ഉം 12ഉം 20. ഓക്കെ. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഇപ്പോ ഒരു അരുൺ ഒരു കുട്ടിയുടെ വയസ്സാണ്. അത് അർജുനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അരുണിന്റെ വയസ്സ് അർജുനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. ഇവരുടെ വയസ്സുകളുടെ ഗുണനഫലം 200. The age of Arun is 10 years more than the age of Arjun or something. Arjun. The product of their ages is 200. അപ്പൊ അതിൽ പ്രായം കുറഞ്ഞ ഓരോരുത്തരുടെയും വയസ്സ് എത്രയാണ് ചോദ്യം. ഫൈൻഡ് ദ ഏജ് ഓഫ് അരുൺ ആൻഡ് അർജുൻ. അർജുന്റെ വയസ്സ് എക്സ് എടുക്കുക. അരുണ് അതിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. എക്സ് പ്ലസ് 10. അർജുൻസ് ഏജ് എക്സ്. Arun's age x plus 10 and product of their ages x-ഉം x plus 10ഉം കൂടെ ഗുണിക്കുക. And that's given as 200. വയസ്സുകളുടെ ഗുണനഫലം ഇതും ഗുണിച്ചു 200. ബ്രാക്കറ്റ് മാറ്റണം. എക്സും എക്സും ഗുണിച്ചാൽ എക്സ് സ്ക്വയർ, എക്സും 10ഉം ഗുണിച്ചാൽ 10x. ബാക്കി നമുക്കറിയാം. ഓർമ്മണ്ടോ? 10ന്റെ പകുതി 5, 5ന്റെ സ്ക്വയർ 25. 25 added to get a perfect square. So x square plus 10x plus 25. Left side, right side 200 plus 25. And root x square root x 25ന്റെ root 5 നടുക്ക് പ്ലസ്. അത് കൂട്ടിയിട്ട 225. x plus 5 225ന്റെ റൂട്ട് 15. x സമം പ്ലസ് 5 വലത്തു ഭാഗത്ത് എടുത്താൽ -5 10 എന്ന് കിട്ടും. ഇതിൽ നെഗറ്റീവ് ആൻസർ എടുക്കാത്ത വയസ്സ് എണ്ണൽ സംഖ്യയെ വരുള്ളൂ. നെഗറ്റീവായിട്ട് പ്രായം ഉണ്ടാവില്ല. അപ്പോൾ പോസിറ്റീവ് ആൻസർ മതി. അപ്പൊ ഇത് എടുത്തത് ആരാ? അർജുനാണ്. അർജുന്റെ വയസ്സ്
10 എന്ന് കിട്ടി. അരുണിന്റെ ഇതിനേക്കാൾ 10 കൂടുതൽ. 10ഉം 10ഉം 20. ഓക്കെ.